ഹലോ ഗായ്സ്, പൂട്ടിക്കിടക്കുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് തുറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നൊരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ താങ്ക്സ് ഗിവിംഗ് ഒക്കെയാണ്, അപ്പോൾ നമുക്ക് ഒരു 3-4 ഡേയ്സ് അവധിയുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പിന്നെ അമ്മ അച്ഛനും ഉണ്ട്, നമ്മൾക്ക് എല്ലാവർക്കും കുറച്ച് ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് ക്രാബ് വാങ്ങിക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല എന്താ ചെയ്യാൻ പോണേന്ന്. പക്ഷേ യൂട്യൂബും പിന്നെ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയുടെ ഗൈഡൻസിലൊക്കെ ആയിരിക്കും നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. സോ നോക്കാം എന്താ സംഭവിക്കാൻ പോണേ, എങ്ങനെ ഉണ്ടാവും അവസാനം എന്ന്. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് നമ്മളുടെ ചാനൽ. ഇങ്ങനെയൊക്കെയാണ് നമ്മള് മറ്റേ ഓൺലൈനിൽ നിന്ന് ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടി, ഫോൺ വിളിച്ച് ആൻറ്റിയുടെ അടുത്ത് നിന്ന് ഇൻസ്ട്രക്ഷനൊക്കെ കിട്ടി, ഇപ്പൊ തന്നെ ചെയ്ത് ശശിക്ക് യൂട്യൂബ് ബ്ലോഗറിന്റെ ജോലി കൂടെ കിട്ടും. ക്രാബ് ക്ലീൻ ചെയ്തിട്ട് ആക്ച്വലി പാടൊന്നുമില്ല. എല്ലാവർക്കും മറ്റേ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ടോ, അതൊക്കെ നോക്കി ഉണ്ടാക്കാം. നമ്മളുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രഷറായി പോയി. ഓക്കെ, അപ്പുറത്ത് പിടിക്കും, മറ്റേ കൈ തട്ടുന്നുണ്ട്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. എന്താ അതിന് പറയുക, ചിറക് പോലെയുള്ളല്ലോ, എന്താ അതിന് പറയുക, പൂ പോലെ ഇരിക്കുന്ന സംഭവം മാറ്റുക, കാല് രണ്ടും കട്ട് ചെയ്ത് കളയുക, പിന്നെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റുക, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം പറിച്ച് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ഇത് ഒന്നുകൂടെ ക്ലീൻ ആക്കണം നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ. എന്തൊക്കെ ഇട്ടു നമ്മള്? ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂടായപ്പോഴേക്കും സവാള ആൻഡ് പച്ചമുളക്. ഇനി നമ്മളിത് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ വാട്ടും, വഴറ്റി വരണം. എന്നിട്ട് പിന്നെ തക്കാളി ഇടും, ഉള്ളി വഴങ്ങിട്ടെ കേട്ടോ. എന്നിട്ട് ഉള്ളി വഴഞ്ഞു വന്നു. എന്നിട്ട് നമ്മൾ ഒരു ഇത്തിരി ഫ്രൈഡ് അനിയൻ കൂടെ ഇട്ടു. അതിന് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു ഞാൻ, ആൻഡ് മുളക് പൊടി. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് എരിവ്, അതുകൊണ്ട് കുറച്ച് എരിവ് കൂടിയാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ആവശ്യത്തിന് മുളക് പൊടി. അങ്ങനെ കുക്കിംഗ് ഒന്നും പറഞ്ഞു തരാൻ മാത്രം അറിവൊന്നും എനിക്കില്ല, എന്നാലും ഒരു ഫണ്ടിന് വേണ്ടി നിങ്ങൾ കേട്ടോ മതി കേട്ടോ. ഇതിനേക്കാൾ നല്ല നല്ല വീഡിയോ ചിലപ്പോൾ യൂട്യൂബിൽ കാണുമായിരിക്കും, മറ്റേ ക്രാബ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ. ഇത് തക്കാളി ഇട്ടാലോ, മണം മറ്റേ റോസ്റ്റ് ആയി തോന്നും. ഇത് നമ്മുടെ സമ്മറിൽ നമ്മുടെ ഗാർഡൻ ഉണ്ടായ തക്കാളി കുറേ ഉണ്ടായപ്പോൾ നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് അതിനെ വഴറ്റി ഫ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ കുറേ നാളായി നമ്മളിപ്പോൾ ഇതാണ് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് തീരായി ഇപ്പം ആവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഞണ്ട് മാരിനേറ്റ് ചെയ്ത് കണ്ടോ, ഞണ്ട് ക്ലീനാക്കി ഇതിലേക്ക് എന്തൊക്കെയായിരുന്നു, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, ഇത്രേ ഉള്ളൂ. ഇത്രയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാവുമ്പോഴേക്കും ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇടും. ഇട്ടാലോ വഴങ്ങും ആവശ്യം.
ഇപ്പം ഇത് മാത്രം കാണിക്കട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇപ്പൊ, എന്നിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒഴിക്കാം അല്ലേ? കുറച്ച് ഒഴിച്ചു എന്തായാലും മറ്റേ മതി. ഓക്കേ, കൊറിയാണ്ടർ വെറുതെ മിക്സിയിലൊന്ന് അടിച്ചത്. അതിലടയ്ക്കുന്നോ? നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്താ ആയിട്ടില്ല, കുറച്ചും കൂടെ മുളക്. സോ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത്തിരി എരിവ് കുറവായിട്ടാണ് തോന്നിയത്. ലൈക്ക് നമ്മൾ ഇവിടെ എല്ലാവരും നല്ല എരിവ് കഴിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നല്ല എരിവ് വേണം കറിക്കൊക്കെ, എസ്പെഷ്യലി നമ്മുടെ ചിക്കൻ കറി, മീൻ കറി, അങ്ങനത്തെ കറിക്കൊക്കെ, നോൺ വെജ് കറികൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ പ്ലാൻ? നമുക്ക് അവസാനം ഇതിനകത്ത് ഇത്തിരി ഉള്ളി വഴറ്റിയിടണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിൻ്റെ കൂടെ ഇത്തിരി ചില്ലി പൗഡറും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി ചിക്ക് ചിക്കാക്കിയിട്ട് അവസാനം ഇടാം. അപ്പോൾ ആ റോ ആയിട്ട് അല്ലെങ്കിൽ കിടക്കും ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെ ആക്കി പ്ലാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ വറുത്തരച്ചതിടണം. അത് കഴിഞ്ഞിട്ട് അവസാനം ഇത്തിരി ഉള്ളി ചിക്ക് ചിക്കയാക്കി അതിനകത്ത് ഇത്തിരി ചില്ലി പൗഡറും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അത് അവസാനം ഇടും. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഞണ്ട് റോസ്റ്റ് റെഡിയാവാൻ വെറും നിമിഷങ്ങൾ മാത്രം. രണ്ടിതിന് മുന്നേ കഴിച്ചിട്ടുണ്ടോ? എവിടെ വെച്ച്? നാട്ടില് വീട്ടിലുണ്ടാക്കുമായിരുന്നു ഞണ്ട്? വീട്ടിലുണ്ടാക്കിയിട്ടില്ല, വീട്ടിലുണ്ടാക്കിയിട്ടേ ഇല്ല. ആകെ പുറത്ത് എപ്പോഴോ പോയപ്പോഴാ കഴിച്ചിട്ടുള്ള, 3-4 പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ. നമ്മളന്ന് ആലുവ വെച്ചിട്ട് ഒരു പുഴയുടെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പോയിട്ടില്ലേ, കുറേ സീ ഫുഡൊക്കെ കിട്ടണേ. ആ പാലത്തിൻ്റെ ഒക്കെ അടുത്തുള്ള എടപ്പള്ളിയിൽ നിന്ന് ആലുവയ്ക്ക് പോകുന്ന വഴിക്ക്, അപ്പോഴാണ് ഞാൻ അവസാനം കഴിച്ചത്. ദാറ്റ് ഈസ് ലൈക്ക് 5 years before. നീ എപ്പോഴും കഴിച്ചേ ഞണ്ട്? ഞാനോ? ഞാൻ നാട്ടിൽ നിന്ന് എപ്പോഴും കഴിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റേ ന്യൂ ഓർലൻസ് പോയില്ലേ, ശശിയുടെ അമ്മയാ നമുക്ക് ഞണ്ട് ഉണ്ടാക്കേണ്ട റെസിപ്പി പറഞ്ഞു തന്നത്. അതുകൊണ്ട് എൻ്റെ സൂ ഷെഫാണ്. അതാ അതിന്റെ പേര്? ആണല്ലേ? എനിക്ക് നല്ല ഫ്രീക്ക് പേരൊക്കെ ഉള്ളു. താങ്ക് യു. എങ്ങനെ വെന്തോന്ന് നോക്കും. പക്ഷെ കുറച്ചാണ് കൂട്ടി, കുറച്ച് തിളച്ചോട്ട്, കുറച്ച് അധികം ഒക്കെ തൊട്ടുപോകെ അത് സാധാരണ നമ്മള് റെസ്റ്റോറന്റിൽ പോകുമ്പോൾ ഇത് പൊട്ടിച്ച് കഴിക്കില്ലേ? അത് ഇവിടുത്തെ എനിക്ക് കടിച്ചു കഴിക്കണോ? നാട്ടിലെ റെസ്റ്റോറന്റില് പൊട്ടിച്ച് കഴിക്കണ്ടല്ലോ, ഇവിടുത്തെ റെസ്റ്റോറന്റിലല്ലേ പൊട്ടിച്ച് കഴിക്കണ്ടേ. നാട്ടിലെ റെസ്റ്റോറന്റിൽ അവരിങ്ങനെ കഷ്ണം ആക്കി തരും. നമ്മള് മറ്റേ കാലൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കണം. എനിക്ക് മറ്റേ ഇളക്കരുതെന്ന് അറിയാം, പക്ഷെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു. ഈ തിളച്ച് കഴിയുമ്പോ നമ്മൾ ഇത് തേങ്ങ, വെളുത്തുള്ളി, കുഞ്ഞുള്ളി, കറിവേപ്പില എല്ലാം കൂടെ മറ്റേ വറുത്തില്ലേ, തേങ്ങ വറുത്തിടുക. സോ എല്ലാം ഇട്ടിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില നമ്മളിങ്ങനെ വറുത്തിട്ട് ലൈക്ക് ഈ തീയലിനൊക്കെ തേങ്ങ വറുക്കണ പോലെ ഗോൾഡൻ കളർ ആവുന്നവരെ ഇങ്ങനെ തേങ്ങ വറുത്തിട്ട് വെള്ളം കൂട്ടി എന്താ പറയാ മഷി പോലെ അരച്ചെടുത്ത തേങ്ങ. ഇത് നമ്മള് ക്രാബ് വെന്ത് കഴിയുമ്പോ ഭയങ്കര നല്ല നൈസായി തരിതരും ഇല്ലാണ്ട്. ചോദ്യങ്ങൾ വരും, തോന്നുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഡ്രിങ്ക് വാട്ടർ. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ടല്ലേ.
ടേസ്റ്റും ഉണ്ട്. ആക്ച്വലി ഇപ്പം ഇത്തിരിയും കൂടെ എരിവ് തോന്നുന്നുണ്ട് കേട്ടോ ഇതില്. മുളക് പൊടി ഇട്ടില്ലേ നീ? ഇല്ല, ഞാൻ രണ്ടാമത് ഇട്ടിട്ടില്ല, അന്ന് ആദ്യം ഇട്ടതേ ഉള്ളൂ. ടേസ്റ്റ് ചെയ്യും. നല്ല ഇപ്പൊ കുറച്ച് ടേസ്റ്റ് ആയി വരുന്നുണ്ട്, പക്ഷെ എന്നാലും വേണം നമുക്ക് അവസാനം. ഇതിന് പുളി ഇടുവോ? ഇല്ലല്ലോ. ശശി ഇത് എന്താ ഇത് ഒഴിക്കാറായി? എന്നിട്ട് ഇത് വാട്ടിട്ട് ഇടാത്തത്. അത് കുറച്ച് ഒഴിച്ചാൽ മതി തോന്നുന്നു കേട്ടോ. ഭയങ്കര കുറെ ലൈക്ക് നമുക്ക് പകുതി ഒഴിച്ചു നോക്കാം. ഒഴിക്കടാ, തേങ്ങയല്ലേ പൊള്ളിക്കും. പക്ഷെ അവസാനം മറ്റേ തീയലിന്റെ ടേസ്റ്റ് ആവരുതല്ലോ. ആ ശരി, ഹാഫ് ഒഴിച്ചു നോക്കാം. സാധാരണ കുക്കിംഗ് അറിയാവുന്നവരാണ് കുക്കിംഗ് കൂടി ഇത് ചെയ്തോണ്ട് പഠിച്ചോണ്ടിരിക്കുക. കുക്കിംഗ് എങ്ങനെയാണ്? ഞാൻ അത് ആദ്യമേ ഡിസ്ക്ലെയിമർ കൊടുത്തായിരുന്നു. എന്റെ വീഡിയോ നോക്കി കുക്ക് ചെയ്യാതെ പോയത് ഇത് വെറും ഒരു ഫൺ കാര്യത്തിന് വേണ്ടി എടുക്കുന്ന ആളെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. രേത്തുമാൻ വരുമ്പോ നമുക്ക് റിയാക്ഷൻ എടുക്കാം. എല്ലാരും ഇതൊക്കെ അറിഞ്ഞിട്ടാ. തേങ്ങ റോസ്റ്റ് ചെയ്തുകൊണ്ട് അധികം ഒന്നും കുക്കാകാൻ വെയിറ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ മതി. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് എന്താ ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. വെയിറ്റ് ചെയ്യാൻ ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ ഉള്ളൂ. അതിലിരുന്നു കളർ ആക്ച്വലി ഇങ്ങനെ തന്നെ. ആക്ച്വലി തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയി. നോക്ക്, ഞാൻ ഉണ്ടാക്കി വേണ്ടി പറയല്ലേ. ശശി വാ പറ. ആക്ച്വലി ശശിയുടെ വീട്ടിലുണ്ടാക്കണ അത്ര വരില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ലേ? ഫസ്റ്റ് ട്രൈ അല്ലേ, അപ്പൊ ഇത്രയൊക്കെ കുഴപ്പമില്ല. ഇത് ഇനി ഒഴിക്കണോ? ഇത് വേണ്ട വേണ്ട, മതി മതി. യമ്മിയായിട്ടുണ്ട്. ഇപ്പോൾ നിർത്തിക്കോ. ഓഫ് ചെയ്യട്ടെ. ഇതും കൂടി ഇട്ടേക്കാം. ഇത് വിട്ടാ മതില്ലേ, കുഴപ്പമില്ല. എന്നിട്ട് ഒരു 2 minutes കൂടെ ഇത് ചെയ്തിട്ട് നിർത്താം, ഓഫ് ചെയ്ത്. എന്നിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ മതിയല്ലോ. നമുക്ക് മുളക് പൊടി മാത്രം മതിയല്ലോ. മുളക് പൊടി എരിവുണ്ട് സത്യം പറഞ്ഞു. എരിവ് ഇഷ്ടം. നല്ല കൊയ്തുവാണ് കൊഴുത്ത എണ്ണ എടുക്ക്. ചേട്ടന് പൊരി കൊടുക്ക്. ആദ്യത്തെ എണ്ണയില്ലേ? ആ മറ്റേ ശശി മനോന്റെ കുക്കിങ്ങിന്റെ ഒരു നിങ്ങൾ മറ്റേ ഞണ്ട് കഴിച്ചാ മതി. ചായ അടിച്ചാ മതി, എണ്ണ അടിക്കാൻ വരില്ലേ. പക്ഷെ ഒന്നൊരു ഈ അടുത്തൊന്നും ഉണ്ടാക്കിയോ ഇവിടെ വന്നിട്ട് മുട്ടക്കറി അല്ലാണ്ട് വേറെ ഉണ്ടാക്കിയില്ല. വേണ്ട മതി മതി. ഇതെടുത്തിട്ടോ? ഇല്ല. നല്ല സ്പൂൺ എടുക്കാറില്ല മോനെ. തെറിക്കുന്നുണ്ടല്ലോ. അല്ല, മറ്റേതിടാൻ സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതില് കുറച്ച് നീളമുള്ള തടി സ്പൂൺ എടുക്കാറുന്നില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്.
ടഫാണ് നിനക്ക് ഇഷ്ടം. എനിക്ക് തപ്പാ ഇഷ്ടം. ഇന്ത്യയാണ്. ഇന്ത്യാന മനസ്സിലായില്ലേ? എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഇന്ത്യാന മനസ്സിലായി. ഇപ്പൊ ചുമ്മാ ചിരിക്കുക. എന്ത് എന്ത് ചെയ്യാനാന്നാണോ നീ എപ്പോഴും പറയാറ്? സ്ഫുടമായി ശശിയാ പറഞ്ഞത്, ഞാനല്ല. ഞാൻ ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയാറുണ്ട്. എന്ത് ചെയ്യാനാ? ഇതിന് എഫേർട്ട് എടുത്ത് മറ്റേ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒന്നുമില്ലടാ മറ്റേ നീയേ തങ്കക്കൂടം. അരേ വാ. എത്ര നേരമായി? എപ്പോഴാണ് കുക്കിംഗ് തുടങ്ങി? നവംബർ ഒരു മണിക്കാണോ? 1 മണിക്കൂറായോ? 1 മണിക്കൂറായിട്ടില്ല. ആയിട്ടില്ലേ? ചുമ്മാ ഇല്ലല്ലോ, നമ്മള് കുറച്ചായിട്ട് എല്ലാം കൂടി 1 മണിക്കൂറായില്ല എന്നാ തോന്നണേ. വാവയ്ക്ക് ചോറ് കൊടുത്തോണ്ടിരുന്ന കഴിഞ്ഞിട്ടാ നമ്മള് ഉണ്ടാക്കി തുടങ്ങിയത്. വാവയ്ക്ക് ചോറ് കൊടുത്തോ 1 മണി കണ്ടായപ്പോഴാ. 1-1:15 തോന്നുന്നു. ഇതില് മഞ്ഞപ്പൊടി ഒന്നും ഇടില്ല. ഈ സവാള ഇത് വിടാന്നാണോ? എന്തുകൂടാ മതി. ചൂടെടുക്കണം നിങ്ങൾക്ക് വല്ലോ? അറിയില്ല, ഞാൻ വിചാരിച്ചു ഇതിന്റെ അടുത്ത് നിന്നിട്ടാ ചൂട് എടുക്കുന്നേന്ന്. ഹലോ, കറി എന്താ അറിയാൻ വേണ്ടി കാണിച്ചു കൊടുക്ക് നമ്മുടെ കറി. കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഫോട്ടോ അയച്ചു തരാം. അല്ലേ വരുന്നുണ്ട്. നിങ്ങള് കിടന്നോ? നന്നായി വരുന്നുണ്ട്. വിളിച്ചത് മതി, ഇടാം. ഇട്ടു. ഹലോ, ഓ ഇതോ തരാം. ആ ഇത് ഗ്രേവി, അതായത് കറി ഇത് വേണോന്നല്ലേ, ഗ്രേവി ആയിട്ട് വേണോന്നല്ലേ ചോദിച്ചേ? ആ ഇത് മതി നമുക്ക് ഇങ്ങനെ മതി. ആ പേസ്റ്റ് ഉണ്ട്. പറഞ്ഞല്ലോ അല്ല നിങ്ങള് അല്ലേ? അടിപൊളിയാണ്. ഉണ്ടോ എക്സ്പ്രഷൻ ഉണ്ട്. ശരി എന്നാ നമ്മുടെ ലഞ്ച് റെഡിയായി. അതെ, എന്തൊക്കെയാ നമുക്ക് ലഞ്ചിന്? ചോറ്, ക്രാബ് റോസ്റ്റ്, പയറും മുരിങ്ങയിലയും, പപ്പടം, അച്ചാർ, മുളക്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞണ്ട് കറി എങ്ങനെയുണ്ട്? അത് നാവിലോട്ട് എത്തിയിട്ടില്ലേ? വലുത്തു കളിയാക്കുന്നില്ല, ഞാൻ കാര്യമായിട്ട് വരുന്നില്ലേ? ഓക്കെ, പറ. ശരിക്കും നല്ലതാ. നല്ല ഫസ്റ്റ് ടൈമർ നമ്മൾ ഉണ്ടാക്കുന്നതിന് നല്ലതല്ലേ? ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ. നിങ്ങൾക്ക് അഭിപ്രായമില്ല. ഞാൻ ആക്ച്വൽ റിവ്യൂ. ഓക്കെ, റിവ്യൂവർ ഞാൻ കഴിക്കട്ടെ. ഞാൻ വെയിറ്റ് ചെയ്യുക നിങ്ങൾ കഴിക്കാൻ വേണ്ടി. കഴിക്കും നീ. എങ്ങനെ കഴിക്കണമെന്ന് എനിക്ക് അറിയില്ല. ഇവരാണ് വിളിച്ച് റിവ്യൂ യമ്മിയാണല്ലോ. കാലിങ്ങനെ കടിച്ചിങ്ങനെ അകത്തെ ആ മീറ്റ് ഒക്കെ ഇങ്ങനെ എടുക്കണം. മജ്ജയാണോ മീറ്റ്? അമ്മയാണോ? അമ്മ കണ്ടു കഴിക്കോ? കഴിക്കാം, റിവ്യൂ ചെയ്യാം. അമ്മ കഴിക്കും ഞണ്ട്. നൈസാണോ? വെരി ഗുഡ്, വെരി ഗുഡ് ജോബ് ശശി. കഷ്ണമാണ് കടിച്ചു കടിച്ചു. ഞാൻ കടിച്ചു തന്നാ കഴിക്കോ അമ്മ? ഇത് ഫുള്ളല്ല കേട്ടോ. ഇത് അതിനകത്തുണ്ടടാ. അങ്ങനെ ചെയ്യേണ്ടി വരും. വെയിറ്റ് എന്താണ് ചെയ്യുന്നത്? ഹലോ, സൂപ്പർ കീ ഊപ്പർ. അപ്പൊ ഞങ്ങൾ കഴിച്ചിട്ട് കടിക്കുന്നു. അതെ, ഇനി വിശക്കണം, ഇനി കഴിക്കട്ടെ. ബൈ ബൈ. എമ്മിയല്ലേ?
ഒരാൾ ഞാൻ നോക്കിങ്ങനെ ഓട്ടം കണ്ണകട് ഓക്കെ അമ്മ ബൈ പറഞ്ഞു എല്ലാവർക്കും. അമ്മ ബൈ പറഞ്ഞു. ബൈ സോ ദാറ്റ് വാസ് എ കുട്ടി വ്ളോഗ്. നമ്മൾ ക്രാബ് റോസ്റ്റ് വെറുതെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പെട്ടെന്ന് റാൻഡമായിട്ട് എടുത്ത വീഡിയോ, അതുകൊണ്ട് നല്ല ചെറുതായിരിക്കും, പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലെറ്റ്സ് സീ, നമുക്ക് ഇവിടുന്ന് മോർ വീഡിയോസ് ഇട്ട് തുടങ്ങാൻ പറ്റുമോ നോക്കാം, കൺസിസ്റ്റൻ്റായി വീഡിയോ ഇടാൻ പറ്റുമോ നോക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നല്ല ലഞ്ചായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. സോ നമുക്ക് ഇനി 3 more days ഓഫ് ഹോളിഡേ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുട്ടി കുട്ടി വ്ളോഗ്സ് എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലുമൊക്കെ ഫണ്ണായി ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ട്രൈ ടു മേക്ക് മോർ വീഡിയോസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.